ഹലോ വെൽക്കം ബാക്ക്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ 324 അപ്രന്റീസ്ഷിപ്പ് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ IT, ഡിപ്ലോമ, ഗ്രാജുവേറ്റ്, അപ്രന്റീസ്ഷിപ്പ് വേക്കൻസികൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഹൈദരാബാദിലെ ഏവിയോണിക്സ് ഡിവിഷനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 324 പേർക്കാണ് അവസരം. IT-കാർക്കും ഡിപ്ലോമക്കാർക്കും ബിരുദധാരികൾക്കും അപേക്ഷിക്കാൻ സാധിക്കും. 1 വർഷമാണ് ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് കാലാവധി എന്ന് പറയുന്നത്. വാക്കിൻ ഇൻ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിയമാനുസൃതമായിട്ടുള്ള സ്റ്റൈപ്പൻഡ് ആയിരിക്കും ലഭിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പം IT അപ്രന്റീസ്ഷിപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഒഴിവ് 200 ഒഴിവുകളാണ് IT അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അപ്രന്റീസ്ഷിപ്പ് ഒഴിവുകൾ IT തന്നെയാണ്. ഇലക്ട്രോണിക്സ് മെക്കാനിക്സിന് 55 ഒഴിവും, ഫിറ്ററിന് 35 ഒഴിവും, ഇലക്ട്രീഷ്യൻ 25 ഒഴിവും, മെഷീനിസ്റ്റിന് 8 ഒഴിവും, ടർണർ 6 ഒഴിവും, വെൽഡറിന് 3 ഒഴിവും, റെഫ്രിജറേഷൻ ആൻഡ് AC 2 ഒഴിവും, COP 55 ഒഴിവും, പ്ലംബറിന് 2 ഒഴിവും, പെയിൻറ്ററിന് 5 ഒഴിവും, ഡീസൽ മെക്കാനിക്കിന് 1 ഒഴിവും, മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്കിന് 1 ഒഴിവും, ഡ്രോട്ട്സ്മാൻ സിവിൽ 1 ഒഴിവും, ഡ്രോട്ട്സ്മാൻ മെക്കാനിക്കലിന് 1 ഒഴിവാണുള്ളത്. യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിൽ ITI NCVT ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ITIയിലെ NCVT നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് www.apprenticeship.india.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം അതെങ്ങനെയാണെന്നുള്ള ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാനലിൽ നോക്കി അറിയാൻ പറ്റും. ആ ഒരു മൊബൈൽ വഴി നമുക്ക് എങ്ങനെ അതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്, കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ വാക്കിൻ തീയതി മെയ് 20, 21, 22 തീയതികളാണ്. വിഷയം തിരിച്ചുള്ള വാക്കിൻ തീയതിക്ക് വെബ്സൈറ്റിലെ വിജ്ഞാപനം കാണുക. സോ ഇതാണ് ITIയുടേത്. ഇനി നിങ്ങൾ വീഡിയോ കാണണമെന്നില്ല. ഇനി നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് http://halindia.co.in ഈ ഒരു വെബ്സൈറ്റിൽ നോക്കിയിട്ട് ആ നോട്ടിഫിക്കേഷന് നോക്കാവുന്നതാണ്. അപ്പം ITIക്കാർ ഇനി തുടർന്ന് വീഡിയോ കാണണമെന്നില്ല. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒഴിവെന്ന് പറയുന്നത് 64 ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിൽ ഒഴിവ് 64. സോ നോക്കാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 30 ഒഴിവ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 15 ഒഴിവ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് 10 ഒഴിവ്, സിവിൽ എഞ്ചിനീയറിംഗ് 2 ഒഴിവ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 5 ഒഴിവ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് 2 ഒഴിവ്. യോഗ്യത ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ശാഖയിൽ ബിരുദം. വാക്കിൻ തീയതി മെയ് 23 ഇനി ടെക്നീഷ്യൻ അഥവാ ഡിപ്ലോമ അപ്രന്റീസ് ഒഴിവ് 35 ആണ്. ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 15 ഒഴിവ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 6 ഒഴിവ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് 5 ഒഴിവ്, സിവിൽ എഞ്ചിനീയറിംഗ് 1 ഒഴിവ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 4 ഒഴിവ്, കൊമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ പ്രാക്ടീസ് 2, ഫാർമസി 1, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ 1. യോഗ്യത ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ശാഖയിൽ നേടിയ ഡിപ്ലോമ. വാക്കിൻ തീയതി മെയ് 24. ജനറൽ സ്ട്രീം നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രന്റീസാണ്. ഒഴിവ് 25, BCom 10, BSc ഇലക്ട്രോണിക് 10, BSc കെമിസ്ട്രി 1, BSc കമ്പ്യൂട്ടേഴ്സ് 4. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദമാണ്. വാക്കിൻ തീയതി മെയ് 24. ഇനി ബിരുദം ഡിപ്ലോമക്കാർ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ യോഗ്യത നേടിയവരായിരിക്കണം. മുൻപ് മറ്റെവിടെയെങ്കിലും അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരോ നിലവിൽ ചെയ്യുന്നവരോ ഇതേ വിഷയത്തിൽ അപ്രന്റീസ്ഷിപ്പിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരോ അപേക്ഷിക്കാൻ അർഹതയില്ല. ഓക്കെ, സോ നിങ്ങളെല്ലാവരും ഈ ഒരു വെബ്സൈറ്റ് നോട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ NHPC 64 അപ്രന്റീസ്ഷിപ്പ് വേക്കൻസി ഉണ്ടെന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തൊഴിൽ വീതിയിൽ നിന്ന് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റും.